ഹായ് ഓൾ, ഇന്ന് നമുക്ക് ടേസ്റ്റി നിബിൾസിൻ്റെ റെഡി ടു ഈറ്റ് കപ്പ പുഴുക്കും കേരള ഫിഷ് കറിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. നമുക്കിത് രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഒന്നെങ്കിൽ ഈ കാണുന്ന ഫോയിൽ പൗച്ച് വെള്ളത്തിലിട്ട് ഒരു 2 to 5 minutes ബോയിൽ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്ന പോലെ ഈ ഫോയിൽ പൗച്ച് കട്ട് ചെയ്തിട്ട് ഒരു ഫ്രൈയിങ് പാനിലിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ചൂടാക്കിയപ്പോഴത്തേക്ക് നമ്മുടെ കപ്പപ്പുഴുക്ക് ഇവിടെ റെഡിയായി. നമുക്കത് സെർവ് ചെയ്യാം. ഇനി നമുക്ക് കപ്പപ്പുഴുക്കിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ടേസ്റ്റി നിബിൾസിൻ്റെ തന്നെ റെഡി ടു ഈറ്റ് കേരള ഫിഷ് കറിയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇത് നേരത്തെ ചെയ്ത പോലെ ഫോയിൽ പൗച്ച് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഫിഷ് കറി ഫ്രൈയിങ് പാനിലിട്ട് അപ്പോൾ ദേ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി. നല്ല അടിപൊളി മണം വരുന്നുണ്ട്. നമുക്കിതും കൂടെ ഒന്ന് സെർവ് ചെയ്യാം. ഇവരുടെ എല്ലാ പ്രൊഡക്ട്സും ജാപ്പനീസ് റീറ്റോ ടെക്നോളജി ഉപയോഗിച്ചാട്ടോ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ പാക്കേജ് ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2 years വരെ ഷെൽഫ് ലൈഫ് കിട്ടും. അപ്പോൾ ഇതേ കപ്പപ്പുഴുക്കും മീൻകറിയും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ മീൻകറി അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.